5 പവനുണ്ട്. പണം മുഴുവൻ ഇപ്പൊ വേണോ? വേണം. മരിച്ചുപോയ അമ്മയുടെ അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാണ് വെക്കുന്നത്. ബാക്കി വൈകുന്നേരം തരാം. ഓ, ഒരു പാക്കറ്റ് വിൽസ്. ബാക്കി വെച്ചോ. ഇതാ എഴുന്നേൽക്കുന്നേ. അയ്യോ, നേരം വെളുത്തോ? എന്താ നേരത്തെ വിളിക്കാതിരുന്നത്? എന്തിനാ എന്തിനാ പാതിരാത്രി ഒളിച്ചൊളിച്ച് പിൻവാതിൽ വഴി വരുന്നേ? വർഗീസരാണ് ഞാനൊരു പെണ്ണും. നമ്മൾ തമ്മിലുള്ള ഈ ബന്ധത്തിൽ എന്തോ ഒരു തെറ്റ്. നമ്മൾ എന്തിനത് മറ്റുള്ളവരിൽ നിന്ന് ഒളിക്കണം? മോഹിനി എന്താ പറഞ്ഞു വരുന്നതെന്ന് മോഹിനിക്ക് നിശ്ചയമുണ്ടോ? ഉണ്ട്. ഒന്നുകൂടി എനിക്ക് നല്ല നിശ്ചയമുണ്ട്. എനിക്ക് ഈ കരുത്തും വീറും എന്നും കൂടെ വേണം. ഞാൻ അത്രയേറെ എൻജോയ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. എന്നോടൊപ്പം ജീവിക്കുന്നെങ്കിൽ ഞാൻ മാത്രമല്ല വർഗീസിന് സ്വന്തമാവാ. എനിക്കുള്ളതെല്ലാം. ആലോചിക്കൂ വർഗീസ്, നന്നായി ആലോചിക്കൂ. തിരിച്ചു പോയി കാണുമെന്നാ കരുതിയേ. തിരിച്ചു പോണം. അതിനിടയില നിന്റെ കല്യാണം ഉടനെ ഉണ്ടെന്ന് കേട്ടത്. എങ്കിൽ അതുകൂടി കഴിഞ്ഞിട്ടാവാന്ന് കരുതി. മറ്റുള്ളവരുടെ വേദന കാണുന്നത് ഒരു രസമല്ലേ? ഞാൻ വെറുതെ ചോദിച്ചതാ, വെറുതെ. കല്യാണം കൂടാനാ നിൽക്കണമെങ്കിൽ വേണമെന്നില്ല. അത് ചിലപ്പോ നടന്നെന്ന് വരില്ല. പോട്ടെ. കമ്പനിയുടെ പുതിയ GM-ആയി ചാർജ് എടുത്തതിന് ശേഷം എന്തെങ്കിലും പരിഷ്കാരങ്ങൾ നടപ്പിലാക്കണമല്ലോ എന്ന് കരുതിയല്ല പഞ്ചിങ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. വർക്കേഴ്സ് കൃത്യമായി ജോലിക്ക് എത്തുന്നുണ്ടോ എന്നറിയാൻ മാനേജ്മെന്റിന് മറ്റൊരു മാർഗവുമില്ല. ഗോട്ട് ഇറ്റ്. എന്തായാലും 2 ദിവസത്തിനകം എല്ലാ വർക്കേഴ്സിനും പഞ്ചിങ് കാർഡ് ലഭിച്ചിരിക്കണം. കേട്ടോ വിജയ? മാഡം, ഇന്നലെ വരെ എന്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരുത്തന്റെ കീഴിൽ ഞാൻ ജോലി ചെയ്യാന്ന് വെച്ചാൽ? ഓഫ് കോഴ്സ്. അത് മിസ്റ്റർ വിജയന് ബുദ്ധിമുട്ടാണെങ്കിൽ ഇന്ന് തന്നെ പിരിഞ്ഞു പോവാ. എങ്കിൽ റെസിഗ്നേഷൻ ലെറ്റർ? ഇനിയും മനസ്സിലായില്ലേ? ഞാനല്ലേ ഇപ്പൊ അതോറിറ്റി. ഇത് നിങ്ങളുടെ പുതിയ ജീവനെ ഏൽപ്പിക്കൂ.
ഒരിക്കൽ എൻ്റെ കണക്കൊന്ന് തീർത്ത് കിട്ടാൻ വേണ്ടി തൻ്റെ മുമ്പിൽ കിടന്ന് എരന്നതാ ഞാൻ. അന്ന് താൻ എന്നെ ആ പെണ്ണിൻ്റെ മുമ്പിലേക്ക് പന്ത് തട്ടി. നന്ദി ഉണ്ടടോ. അതുകൊണ്ട് താനിപ്പോൾ തൻ്റെ കണക്ക് തീർത്ത് കിട്ടാൻ വേണ്ടി എൻ്റെ മുമ്പിൽ ഇരക്കുന്നു. ഏതായാലും 1-2 ആഴ്ച താനൊന്ന് ഇരക്ക്, ഞാനതൊന്ന് കണ്ട് രസിക്കട്ടെ. എന്താ സാർ വല്ലാതിരിക്കുന്നേ? കൊടുത്തോളും, ആരെങ്കിലും ഇതിനവന് കൊടുത്തോളും. ഗോപാലേട്ടാ, ഇതത് ഫൈനൽ ലാസ്റ്റ് ആട്ടോ. അത് പറയാൻ നീ ആരാടാ ജോസഫേ? ഞാൻ കുടിക്കും, ഇനിയും കുടിക്കും. നിനക്കറിയോ, ഞാൻ കാല് പിടിച്ചിട്ടാ എൻ്റെ മോളൊരു കല്യാണത്തിന് സമ്മതിച്ചത്. ആ അപ്പൊ കുടിച്ചിട്ടാ കല്യാണം കലക്കള പരിപാടിയാ ഗോപാലേട്ടന്. നിനക്ക് കളി, പക്ഷെ എൻ്റെ ഉള്ളിൽ നീറുക ജോസഫേ. 25 പവനും 50,000 രൂപയാ ഞാൻ ചെറുക്കന് കല്യാണത്തിന് കൊടുത്ത വാക്ക്. പക്ഷെ ഇപ്പൊ ചെറുക്കൻ്റെ വീട്ടുകാർ പറയുക 50 പവൻ വേണമെന്ന്. കിടപ്പാടം വിറ്റിട്ടാ ഞാൻ 25 പവനെങ്കിലും ഉണ്ടാക്കിയത്. ഇനി ഞാനിപ്പോ എന്തെടുത്ത് വിറ്റിട്ടാ എന്റെ കുട്ടിയുടെ കല്യാണം നടത്തുന്നത്? എടാ ജോസഫേ, ജീവിതം നമ്മൾ പാവങ്ങൾക്കുള്ളതല്ലടാ, അത് ചതിയന്മാർക്കുള്ളതാ, വാക്കിന് വിലയില്ലാത്തവർക്കുള്ളതാടാ. ഇതൊക്കെ അനുഭവിക്കാൻ മാത്രം എന്റെ മോൾ എന്ത് തെറ്റ് ചെയ്താടാ? എന്റെ മോൾ എന്ത് തെറ്റ് ചെയ്താടാ? വീട്ടിലും ഉണ്ടാക്കാം. വീടുണ്ടാകണോ എനിക്ക് ഒരു തുള്ളിലാണ്. ഒരു തുള്ളി നിന്റെ കാലം വിളിങ്ങ ജോസഫേ, ഒരു തുള്ളി. ദേവനോ ഇരുപത്തഞ്ചല്ല, അതിൽ കൂടുതലുണ്ട്. കൊണ്ടുപോയി ചെറുക്കൻ്റെ വീട്ടുകാരുടെ മുഖത്തെറിഞ്ഞു കൊടുക്കുക. ദേവാ, എന്നോട് ക്ഷമിക്കണം. തൽക്കാലം എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ. ദേവാ, വാങ്ങു ഗോപാലേട്ടാ. മോനെ, എനിക്ക് എന്തിനാ ഇത്ര ആഭരണം? ഒരു മിന്നു മാത്രം മതി എനിക്ക്. ദേവേട്ടൻ എന്റെ കഴുത്തി കെട്ടി തരുമെങ്കിൽ. അനി, ആഗ്രഹമില്ലഞ്ഞിട്ടല്ല, മോഹിക്കാഞ്ഞിട്ടുമല്ല. ദയവ് ചെയ്ത് ഞാൻ മടങ്ങി വന്നിട്ടില്ലെന്ന് കരുതുക. എന്നെ ഓർക്കാതിരിക്കുക. അതാ നല്ലത്, നമുക്ക് എല്ലാവർക്കും നല്ലത്. വഴി മാറടാ. വഴി മാറടാന്നോ? ആര്? ഞാനോ? ഓർമ്മയില്ലേ നിനക്കെന്നെ? നിന്റെ പെങ്ങളുടെ മാനം കെടുത്തി, നിന്റെ കൈകൊണ്ട് തന്നെ നിന്റെ അച്ഛൻ്റെ ചോര വീഴ്ത്തി, നിന്നെ ഈ നാട്ടിൽ നിന്ന് തന്നെ പറഞ്ഞയച്ച ആ പഞ്ഞിക്കാരനെ ഓർമ്മയില്ലേ? ഇതയാളാ, ആ പഴയ പഞ്ഞിക്കാരൻ. മാറ്, നീ എനിക്ക് വേണ്ടി വഴി മാറ്. ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടി നിനക്ക് ഈ നാട്ടിൽ നിന്ന് ഓടേണ്ടി വരും. അല്ലേ നിന്റെ കുടലെടുത്ത് ഞാൻ കത്തിക്കും. മനസ്സിലായോടാ പട്ടി? എന്താടാ നോക്കുന്നത്? സംശയമുണ്ടോ നിനക്ക്? എനിക്കതിന് കഴിയൂടാ. ഇപ്പോ എന്നോടല്ലടാ പറഞ്ഞത് വഴി മാറാൻ.
അച്ഛാ നീ എന്നെ കൊല്ലാൻ പോവാ? ദേവാ, നീ നിന്റെ ബുദ്ധി ഉപയോഗിക്കേ. ആ തോക്കിൽ ആകെ ഒരുണ്ടേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ കൊല്ലാതെ ഈ കാട്ടുവള്ളിക്ക് വെടിവെക്കേ. ആ, ഒന്നും തെറ്റരുത്. വെടികൊണ്ട ഈ വള്ളി പൊട്ടി നിന്റെ അച്ഛൻ രക്ഷപ്പെടും. ആലോചിച്ച സമയങ്ങളല്ലേ, നിന്റെ അച്ഛനെ രക്ഷിക്കേ. ആ അച്ഛാ അച്ഛാ പോയി. ആ, അടുത്തത് നീയാ. നീ ഉത്സവം കഴിഞ്ഞ ആളുകൾ വരിക. അവരോട് ഞാൻ പറയും നിന്റെ അച്ഛനെ കൊന്നത് നീയാണ്. ഞാൻ പറയും, അവർ നിന്നെ പിടിച്ച് പോലീസിലേപ്പിക്കും. പോലീസിന്റെ കൈ കിട്ടിയാ തീർന്നു. രക്ഷപ്പെടണമെങ്കിൽ ഓടിക്കോ. ദാ, രക്ഷപ്പെടണോ? ഓടിക്കോ, ഓടിക്കോ. അവർ വരുന്നതിന് മുമ്പ് ഓടിക്കോ, ഓടിക്കോ, ഓടിക്കോ. വേഗം.